Hey there, welcome to our next video. ഇന്ന് നമ്മൾ എഫക്റ്റീവായിട്ട് എങ്ങനെ ഒരു റീഡിങ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ളൊരു 4 മെത്തേഡ്സ് അല്ലെങ്കിൽ നാല് സ്റ്റെപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, റീഡിങ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറയാൻ പോകുന്നത് മേക്ക് ഇറ്റ് ഒബ്വിയസ്, അതായത് മേക്ക് ഇറ്റ് വിസിബിൾ. അപ്പോൾ നമ്മൾ ഒരു ബുക്ക് വായിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഏത് സമയത്താണ്? നമ്മളിപ്പോൾ വൈകിട്ട്, ഇപ്പോൾ വർക്കിന് പോകുന്നവരോ സ്കൂളിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പോയി വന്നതിന് ശേഷം വൈകിട്ടാണ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാണ്, ബെഡിലിരുന്നോ ടേബിളിലാണോ വായിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ബുക്ക് കറക്റ്റായിട്ട് വെക്കുക. നമ്മൾ രാവിലെ വർക്കിന് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ടേബിളിൽ ബുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് പോവുക. തിരിച്ച് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ബുക്ക് കാണണം, നമുക്കത് വിസിബിൾ ആയിരിക്കണം. അത്തരത്തിൽ നമ്മൾ ബുക്ക് വെച്ചിട്ട് പോവുക. ഇപ്പോൾ രാവിലെയാണ് നമ്മൾ ബുക്ക് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ബെഡിലോ അല്ലെങ്കിൽ ടേബിളിലോ ബുക്ക് കൃത്യമായിട്ട് വെക്കുക. അപ്പോൾ നമുക്കത് മോർ വിസിബിളായിരിക്കും, നമ്മൾക്കത് വായിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതാണ് നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ബുക്കാണെങ്കിൽ നമ്മൾ വായിക്കും. നമ്മുടെ ഇൻട്രസ്റ്റിനുള്ള ബുക്കുകളൊക്കെ നമ്മൾ ആദ്യം തുടക്കകാലങ്ങളിൽ ബുക്ക് റീഡിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ബുക്കുകളൊക്കെ സിമ്പിൾ ബുക്സൊക്കെ വായിക്കുക. ഇപ്പോൾ കുട്ടികളുടെ ബുക്ക് പോലും നമുക്ക് വായിക്കാം. ഞാനൊക്കെ ആണെങ്കിൽ പോലും തുടക്കകാലങ്ങളിൽ വിംബി കിഡ് സീരീസിലെ ബുക്കുകളൊക്കെ വായിക്കായിരുന്നു. നല്ല രസമാണ് വായിച്ചിരിക്കും, കോമഡിയാണ്, ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള നരേഷനാണ് അതിൽ. അതുകൊണ്ട് അങ്ങനത്തെ ബുക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് തുടക്കത്തിൽ വായിക്കാം. അതാണ് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് എന്നുള്ള സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെയുള്ള കാര്യം, നമുക്ക് കുറച്ചുകൂടെ സോഷ്യലായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബുക്ക് വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിനും പറ്റി നമുക്കൊരു കമ്പാനിയൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനും ഇതുവരെ വായിക്കണം, ഹാബിറ്റ് ബിൽഡ് ചെയ്യണം എന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂടി ചേർത്ത് നമുക്കതൊരു അങ്ങനെ അവരുടെ ഒപ്പം ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടി രസമായിരിക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിൻറ്റ്. മേക്ക് ഇറ്റ് ഈസി, അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിൻറ്റ്. ഇതൊരു ക്രൂഷ്യലായിട്ടുള്ള സ്റ്റെപ്പാണ്. അതുപോലെ നമ്മുടെ ഈ റീഡിങ് ഹാബിറ്റ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ പറ്റിയൊരു സ്റ്റെപ്പാണ് മേക്ക് ഇറ്റ് ഈസി എന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ റീഡിങ് ടൈം കുറച്ച് തുടങ്ങും. അതായത് ചെറിയ സമയം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ 10 മിനിറ്റോ ഡെയിലി 10 മിനിറ്റ് വെച്ച് വായിക്കുക, അല്ലെങ്കിൽ ഒരു 5 പേജോ, നമ്മുടെ ഇഷ്ടം പോലെ, നമുക്ക് ഏതാണ് ഈസി അങ്ങനെ തുടങ്ങുക. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ 10 മിനിറ്റാണ് വായിക്കുന്നത് ഉള്ളൂ എങ്കിൽ പോലും അത് എല്ലാ ദിവസവും കൃത്യമായിട്ട് ആ 10 പേജ് വായിക്കാം. ഈവൻ നമുക്ക് 10 പേജ് വായിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കൂടി ഈവൻ ഒരു പേജ് ഡെയിലി വായിച്ചാൽ കൂടി ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു. അത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പേജ് ആണ് വായിക്കുന്നുള്ളൂ എങ്കിൽ പോലും ആ ഒരു പേജ് ഡെയിലി വായിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. പക്ഷേ ഗ്രാജുവലി നമുക്കത് സ്കെയിലപ്പ് ചെയ്യാം. 2 പേജ് 3 പേജ് അങ്ങനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. 10 മിനിറ്റ് ആണെങ്കിൽ അത് നമുക്ക് 15 മിനിറ്റ് ആക്കാം, 20 മിനിറ്റ് ആക്കാം, അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം. നമ്മുടെ നാലാമത്തെ പോയിന്റ്, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. ഇപ്പോൾ എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ പോലും അത് സാറ്റിസ്ഫൈങ് ആണെങ്കിൽ നമ്മൾ ആ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു പുറത്ത് പോയി ഒരു ദിവസം നമ്മളൊരു ഫുഡ് കഴിക്കണം. ആ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളത് നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അടുത്ത തവണ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പുറത്തു പോയെന്നിരിക്കും. ഇങ്ങനെ ഇത് സാറ്റിസ്ഫൈങ് ആക്കാനുള്ളൊരു വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെറിയ ചെറിയ റിവാർഡുകൾ കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു ദിവസത്തെ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി, 10 പേജ് നമ്മൾ വായിച്ചെന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് ഒരു സെൽഫ് റിവാർഡ് നമുക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇഷ്ടമുള്ളൊരു TV ഷോ കാണാം, അല്ലെങ്കിൽ ഒരു വാക്കിന് പോകാം. ഒന്നും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡ്രിങ്കോ, ഹെൽത്തി ഡ്രിങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്നാക്കോ കഴിക്കാം. അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ റിവാർഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ പാർട്ട്ണറോ ഫാമിലിയോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയ കാര്യം, നമ്മുടെ അച്ചീവ്മെൻറ്റ് അവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നല്ല റിവാർഡിങ് ആയിരിക്കും. ദ ബെസ്റ്റ് വേ ടു മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ് ഈസ് ട്രാക്കിംഗ് യുവർ പ്രോഗ്രസ്. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗോണ ഹെൽപ്പ് യു. അത് നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹാബിറ്റ് ട്രാക്കർ അല്ലെങ്കിൽ ഒരു കലണ്ടർ, നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കലണ്ടറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ സെഷൻ കംപ്ലീറ്റ് ആക്കുമ്പോഴും ഡെയിലി ടിക്ക് ചെയ്ത് പോവുക. അങ്ങനെ ചെയ്ത് നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ മന്ത് എൻഡ് ആവുകയാണ്, നമ്മൾ എല്ലാ ദിവസവും ഈ 10 പേജ് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കി കറക്റ്റായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, മാസാവസാനം നമ്മൾ ആ ഒരു ട്രാക്കിംഗ് കലണ്ടർ നോക്കി കഴിയുമ്പോൾ നമുക്ക് എത്ര സാറ്റിസ്ഫൈങ് ആയിരിക്കും.
ഈ ട്രാക്കിംഗ് കലണ്ടർ തന്നെ നമുക്കൊരു റിവാർഡായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ റീഡിങ് ഹാബിറ്റ് ബിൽഡ് ചെയ്യാനുള്ള 4 മെത്തേഡ്സ്. ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ മേക്ക് ഇറ്റ് ഒബ്വിയസ്, അതായത് നമ്മുടെ ബുക്ക് വിസിബിളായിട്ട് വയ്ക്കുക. രണ്ടാമത്തത് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, നമ്മൾ എൻജോയ് ചെയ്യുന്ന ബുക്കുകളൊക്കെ ആദ്യമേ വായിച്ചു തുടങ്ങുക. മൂന്നാമത്തത് മേക്ക് ഇറ്റ് ഈസി, സിമ്പിളായിട്ട് തുടങ്ങുക. അതായത് 2 പേജോ 3 പേജോ ഒക്കെ വായിച്ച് ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിൻറ്റ്. നാലാമത്തെ പോയിൻറ്റ് നോക്കുകയാണെങ്കിൽ മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്, അതായത് ഓരോ സെഷൻ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഡെയിലി ഓരോ ഈ നമ്മുടെ റീഡിങ് ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴും നമുക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാബിറ്റ് ട്രാക്ക് ചെയ്യാം. ഹാബിറ്റ് ട്രാക്കിങ് ചെയ്യുന്നത് തന്നെ നമുക്കൊരു റിവാർഡിങ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ റെഫർ ചെയ്ത ബുക്ക് ജെയിംസ് ക്ലിയറിൻ്റെ ആറ്റോമിക് ഹാബിറ്റ്സ് ആണ്. ഇതിലെ 4 ലോസ് ഓഫ് ബിഹേവിയറൽ ചേഞ്ചിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങി വായിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ 4 മെത്തേഡ്സ് ടു ബിൽഡ് എ റീഡിങ് ഹാബിറ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.